നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പ്രകാശമായി വർദ്ധിക്കുക. ബുദ്ധയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഇന്നത്തെ യാത്ര നമുക്കിവിടെ തുടങ്ങാം. ഡൽഹിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശാന്തവും സുന്ദരവുമായ ബുദ്ധ ജയന്തി പാർക്കിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ശ്രീ ബുദ്ധന്റെ 2500-ാം ജന്മവാർഷികത്തിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച പാർക്കാണ് ബുദ്ധ ജയന്തി പാർക്ക്. ബുദ്ധ ജയന്തി പാർക്കിൽ ടിബറ്റൻ ജനതയുടെ കൃതജ്ഞതയുടെ പ്രതീകമായിരിക്കുന്ന ബുദ്ധന്റെ പ്രതിമയുണ്ട്. ജലപാത സംവിധാനത്തിലെ ഒരു ദ്വീപിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ പ്രതിമ വൃത്താകൃതിയിലുള്ള കൽവേലിയും പരിക്രമ എന്നറിയപ്പെടുന്ന ഒരു പ്രദക്ഷിണ പാതയും കൊണ്ട് ചുറ്റപ്പെട്ട ചതുരാകൃതിയിലുള്ള പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബുദ്ധ ജയന്തി പാർക്കിലെ പ്രധാന ആകർഷണമായ ബുദ്ധ പ്രതിമ ദലൈലാമ 1993 സമ്മാനിച്ചതാണ്. നിറമുള്ള കല്ലുകൾ വളയങ്ങൾ കൊണ്ട് നിരത്തിയിരിക്കുന്ന ഒരു താഴ്ന്ന എംബാർക്ക്മെന്റാണിത്. ഓരോ നിറവും കാലചക്ര മണ്ഡലത്തിൽ നിർവചിച്ചിരിക്കുന്ന ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അവിടെ മഞ്ഞ ഭൂമിയെയും, വെള്ള വെള്ളത്തെയും, ചുവപ്പ് തീയെയും, കറുപ്പ് വായുവിനെയും, പച്ച മണ്ണിനെയും സൂചിപ്പിക്കുന്നു. BC 6-ാം നൂറ്റാണ്ടിൽ നേപ്പാളിൽ ഒരു ആത്മീയ ഗുരുവായിരുന്നു ബുദ്ധൻ. അദ്ദേഹത്തിന്റെ തത്വങ്ങൾ ബുദ്ധമതത്തിന്റെ അടിത്തറയായി. എക്കാലത്തെയും ഏറ്റവും സ്വാധീനമുള്ള ആത്മീയ നേതാക്കളിൽ ഒരാളായ ബുദ്ധൻ സിദ്ധാർത്ഥ ഗൗതമൻ എന്ന പേരിൽ ജനിച്ചു. സമാധാനം, ജീവിതം, സ്നേഹം, സന്തോഷം, മരണം എന്നിവയെക്കുറിച്ച് വ്യാപകമായി സംസാരിച്ച ഒരു തത്വചിന്തകനായിരുന്നു ബുദ്ധൻ. ബുദ്ധൻ എന്ന പേരിന്റെ അർത്ഥം തന്നെ ഉണർന്നിരിക്കുന്നവൻ അല്ലെങ്കിൽ പ്രബുദ്ധൻ എന്നാണ്. അദ്ദേഹം മറ്റുള്ളവരെ പഠിപ്പിച്ച തത്വങ്ങൾ ബുദ്ധമതത്തിന് പ്രചോദനമായി. ധ്യാനം പോലുള്ള പരിശീലനങ്ങൾ കൊണ്ട് ഒരു വ്യക്തി സ്വയം മാറാനും അവബോധമുള്ളവനാകാനും ദയയുള്ളവനാകാനും ജ്ഞാനിയാകാനും സഹായിക്കുന്ന പരിശീലനവും ആത്മീയ വികസനവും ബുദ്ധമതത്തിന്റെ പ്രബുദ്ധതയായി കണക്കാക്കപ്പെടുന്നു. അതുതന്നെയാണ് ബുദ്ധിസത്തിന്റെ ആത്യന്തിക ലക്ഷ്യവും. പരിഗണിക്കുക എന്നാൽ ഹൃദയത്തിൽ ഒരിടം നൽകുക എന്നാണ് അർത്ഥം. ഒരാൾക്ക് ഈ ലോകത്ത് വെച്ച് നൽകാവുന്നതിൽ ഏറ്റവും മൂല്യമേറിയ സമ്മാനങ്ങളിൽ ഒന്നാണത്. ബുദ്ധന്റെ വാക്കുകൾ നമുക്കും താണ്ടാനുള്ള വഴികളിൽ വെളിച്ചമായി തീരട്ടെ. ആയിരത്തി 1964 പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു ബോധി തൈ നട്ടു. ബോധ് ഗയയിലെ യഥാർത്ഥ വൃക്ഷവുമായി നേരിട്ട് ബന്ധമുള്ളതും ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്നതുമാണ് ഈ ബോധി വൃക്ഷം. ബോമരം എന്നറിയപ്പെടുന്ന ബോധി വൃക്ഷം ഉണർവിന്റെ വൃക്ഷം അല്ലെങ്കിൽ ജ്ഞാനോദയത്തിന്റെ വൃക്ഷം എന്നൊക്കെ അറിയപ്പെടുന്നു. ബോധ് ഗയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ പുണ്യ അത്തിവൃക്ഷമായിരുന്നു. ഫിലക്സ് റിലീജിയോസ എന്നാണ് ശാസ്ത്രീയ നാമം. ബുദ്ധൻ എന്നറിയപ്പെടുന്ന ആത്മീയ ആചാര്യനായ സിദ്ധാർത്ഥ ഗൗതമൻ ഏകദേശം BC 500-ൽ ആ വൃക്ഷത്തിന്റെ കീഴിൽ ജ്ഞാനോദയം അല്ലെങ്കിൽ ബുദ്ധത്വം നേടി എന്നാണ് പറയപ്പെടുന്നത്. സിദ്ധാർത്ഥ ഗൗതമൻ ഇരുന്നിരുന്ന യഥാർത്ഥ വൃക്ഷം ഇപ്പോൾ ഇല്ലെങ്കിലും ബോധ് ഗയയിലെ മഹാബോധി ക്ഷേത്രത്തിൽ വളരുന്ന മഹാബോധി വൃക്ഷമാണ് യഥാർത്ഥ വൃക്ഷത്തിന്റെ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്നത്. ആ വൃക്ഷത്തിന്റെ പിൻഗാമിയായാണ് 1964-ൽ ബോധ് ഗയയിൽ നിന്ന് കൊണ്ടുവന്ന ഈ വൃക്ഷം. നഷ്ടപ്പെടുവാൻ ഒന്നും സ്വന്തമായിരുന്നില്ല എന്ന തിരിച്ചറിവിലാണ് ഓരോ ബുദ്ധനും ജനിക്കുന്നത്. 1964 നിർമ്മിച്ച ഈ പാർക്ക് ബുദ്ധന്റെ തത്വങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നു. ജാമുൻ, കീക്കർ, ഗുൽമോഹർ തുടങ്ങി ഒട്ടനവധി മരങ്ങളും മയിലുകളെയും മറ്റു പക്ഷികളെയും കാണാനും കഴിയും. വിശ്രമത്തിനും ധ്യാനത്തിനും പ്രകൃതി ആസ്വദിക്കുന്നതിനും ഉരുളൻ കല്ലുകളാൽ സമ്പുഷ്ടമായതും
സന്ദർശകർക്ക് നടക്കാനായി കല്ലുപതിച്ച നടപ്പാതകളും പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന ഉദ്യാനത്തിന്റെ മാറ്റുകൂട്ടാൻ പല വർണ്ണത്തിൽ പാറിപ്പറക്കുന്ന പൂമ്പാറ്റകളും, അങ്ങനെ പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന ഒരിടം. രാവിലെ ജോഗർമാർ, പക്ഷി നിരീക്ഷകർ, ഫോട്ടോഗ്രാഫർമാർ, നഗരത്തിരക്കിനിടയിൽ ശാന്തത തേടുന്ന ദമ്പതികൾ എന്നിവർക്ക് പോലും ഏറ്റവും പ്രിയപ്പെട്ട വിശ്രമ കേന്ദ്രമാണിത്. എല്ലാ ദിവസവും രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് സന്ദർശന സമയം. സൗജന്യ പ്രവേശനത്തോടെ സമാധാനപരമായ സമയം ചിലവഴിക്കുവാൻ പറ്റിയ സ്ഥലമാണിത്. എല്ലാ മെയ് മാസത്തിലും പൂർണ്ണചന്ദ്രനിൽ ബുദ്ധമതക്കാർ ഇവിടെ ബുദ്ധജയന്തി ആഘോഷിക്കുകയും ചെയ്യാറുണ്ട്. 1000 മെഴുകുതിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നതുകൊണ്ട് ഒരു മെഴുകുതിരിയുടെയും ആയുസ് കുറയുന്നില്ല. പങ്കുവയ്ക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ്. ബുദ്ധ ജയന്തി പാർക്കിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു.